നമസ്കാരം. നമ്മളുടെ ബിസിനസ്സിൽ, നമ്മുടെ സെയിൽസിൽ പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ബിസിനസ്സാണോ നമ്മൾ ചെയ്യുന്നത്? നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മളെപ്പോഴും എങ്ങനെയൊക്കെയോ ചെയ്യുന്നു, എന്തൊക്കെയോ ആവുന്നു, ആരൊക്കെയോ വർക്ക് ചെയ്യുന്നു, അപ്പോൾ അതിനനുസരിച്ച് എവിടുന്നൊക്കെയോ ബിസിനസ് വരുന്നു. അല്ലാതെ നമ്മൾ ഒരിക്കലും പ്രെഡിക്റ്റബിളായിട്ട് ഇത്ര ബിസിനസ് ഈ മാസം ചെയ്യണം, ഈ 6 മാസത്തിനുള്ളിൽ ഇല്ലെങ്കിൽ 3 മാസത്തിനുള്ളിൽ ഇത്ര ബിസിനസ് വേണം, എൻ്റെ ടീമിൽ ഇന്നിന്ന തരത്തിലുള്ള ആൾക്കാർ വേണം, ഇന്നിന്ന തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് ഇന്നിന്ന ബിസിനസ് ഇത്ര കണക്കൂട്ടിയിട്ട് ബിസിനസ് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? പലരും ഉദ്ദേശിക്കുന്നത് ഈ മാസം 1 കോടിയുടെ ബിസിനസ് വേണം, അല്ലെങ്കിൽ 10 കോടിയുടെ ബിസിനസ് വേണം, അല്ലെങ്കിൽ ഇത്ര പ്രൊഡക്റ്റ് വിൽക്കണം, ഇങ്ങനെയൊക്കെ ഒരു ധാരണയിൽ അങ്ങ് പോകുന്നു. എന്നിട്ട് എവിടുന്നെങ്കിലും എങ്ങനെയൊക്കെയോ ആയിട്ട് ബിസിനസ് അവസാനം ഒരു മാജിക് കാണിച്ചിട്ട് നടത്തി പോകുന്നു, എങ്ങനെയൊക്കെയോ വരുന്നു. എന്നാൽ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട് 10-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇത്ര ബിസിനസ്, 20-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇത്ര ബിസിനസ്, 25-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇത്ര ബിസിനസ്, 30-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇത്ര ബിസിനസ്, അങ്ങനെ ആ രീതിയിൽ പ്രെഡിക്റ്റ് ചെയ്ത് നമുക്ക് കറക്റ്റായിട്ട് നമുക്ക് പോകാൻ സാധിക്കുന്നുണ്ടോ? അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മളുടെ ബിസിനസ് പ്രെഡിക്റ്റബിൾ ആവുന്നത്. 2026 നമ്മൾ എന്ത് പ്രെഡിക്റ്റ് ചെയ്യുന്നു? ഇപ്പോൾ 2025 അവസാനിക്കാൻ പോവുകയാണ്. നമ്മുടെ മുമ്പിൽ ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. ഈ മാസം തീർന്നാൽ 2025 2026 കടക്കാൻ പോകും. ഈ മാസം നമുക്ക് എത്ര ചെയ്യണം? അങ്ങനെ കറക്റ്റായിട്ട് പ്രെഡിക്റ്റ് ചെയ്ത് ബിസിനസ് ചെയ്യാൻ പറ്റുന്നവർക്ക് മാത്രമേ കറക്റ്റായിട്ട് നമ്മൾ ഉദ്ദേശിച്ച ടാർഗറ്റിലേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലേക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന എക്സ്പാൻഷനിലേക്ക് നമുക്ക് എത്തിക്കാൻ സാധിച്ചെങ്കിൽ മാത്രമേ അത് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ബിസിനസ്സായി മാറാൻ സാധിക്കും. നമ്മളുടെ ടീമിൻ്റെ ബിസിനസ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നതാക്കി മാറ്റാൻ സാധിക്കും. അങ്ങനെ ആക്കി മാറ്റാൻ വേണ്ടി പ്രെഡിക്റ്റ് ചെയ്തുകൊണ്ട്, ഇല്ലെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് നമ്മൾ പോകാൻ സാധിക്കട്ടെ. ഇനിയുള്ള വർഷമെങ്കിലും നമുക്ക് ഗംഭീരമായിട്ടൊരു വിജയത്തിലേക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന, പ്രെഡിക്റ്റ് ചെയ്യുന്ന ബിസിനസ്സിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു.